അപ്പൊ ഈ അടുപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ എങ്ങനെ കത്തിക്കുക നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മള് ഈ അടുപ്പ് എങ്ങനെ കത്തിക്കാന്ന് ഞങ്ങളെ കാണിക്കട്ടോ. അപ്പൊ വരും. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് പാരുന്നേക്കാം. ഇത് ഇതിന്റെ ടാങ്കാണ്, ഇതിലേക്കാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചേലും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഇത് നല്ലോണം നടിച്ചു കൊടുക്കണ്ട. ഇനി നമുക്ക് ഇതിലാണ് കത്തിക്കാനുള്ളത്. ഇന്നലെ കത്തിച്ച വെണ്ണീറൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കോരി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ടാങ്കിലാണ് എണ്ണ ഉള്ളത്, പക്ഷെ അത് ഏത് വഴി വരണമെന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ട് അതിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എണ്ണ തിരിച്ചെടുക്കണ അതുള്ളത് കേട്ടോ. ഇതിലൂടെയാണ് എണ്ണ വരുന്നത്, കാണുന്നില്ലേ? ഇതാണ് എണ്ണ. സ്പീഡ് കുറച്ചെടുക്കും ചെയ്യാട്ടോ. അപ്പോൾ അത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കുറച്ചെടുക്കാം. ഇനി നമുക്ക് എണ്ണ ഇവിടെ എത്തിക്കണമെന്ന് നോക്കുക. എന്താ ആ എണ്ണ ഇവിടെ എത്തി, ഇതുവഴി അതിലൂടെ വന്നിട്ട് ഇതാ ഈ ഒരു പൈപ്പിലൂടെ വന്നിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് എണ്ണ. അപ്പോൾ ഒരു തുണി കത്തിച്ചിട്ട് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതിലൂടെയാണ് എണ്ണ വന്നത്. ഇവിടെ നമ്മൾ എണ്ണ തിരിച്ചു കൊടുത്ത് ഇതാ ഇതുവഴി ഇതാ ഈ പൈപ്പിലൂടെ ഇതാ ഇതിലൂടെ അങ്ങനെ ഇതിലേക്ക് എണ്ണ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ലൈറ്റ് എടുത്താൽ തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ ടൈപ്പ് തുണി എടുത്തിട്ട് ഇതിൽ നമ്മൾ കത്തിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു തീ ഇതിൽ ഇങ്ങനെ കറക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കതൊരു കോലുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കുക, ഇങ്ങനെ ചുറ്റിലും ഇതാ ഇങ്ങനെ തിരിയിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു തിരിയും കൂടി ഇട്ട് കൊടുക്കുക, നല്ലോണം ഒന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കഷ്ണം കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. കോട്ടൺ തുണി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യം വരുന്നത്, എന്നാലേ അത് കത്തി പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കത്തുന്നത് ആ തുണിയിലാണ് കേട്ടോ അത് കത്തുന്നത്. നമ്മളെ എണ്ണയിലേക്ക് അത് പിടിച്ചിട്ടില്ല. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ എണ്ണയിലേക്ക് അത് പിടിച്ചിട്ടില്ല. ഇപ്പോൾ തുണിയിലേക്ക്. അപ്പോൾ ഇനി വേറെ പരിപാടി ഉണ്ട് ഇതൊന്ന് കത്തിക്കണമെങ്കിൽ. അപ്പോൾ വരി കാണിച്ചത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ സ്വിച്ച് ഉള്ളത്. ഇവിടെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നു. ഇനി നമുക്ക് തീ കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും ഒക്കെ ഇവിടെയാണ് നമ്മൾ കൂട്ടേണ്ടതും കുറയ്ക്കേണ്ടതൊക്കെ കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് ചോറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് വെന്ത് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നമുക്ക് തീ കൂട്ടാനും കുറക്കാനും പറ്റും. എളുപ്പത്തിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചേക്കാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ തിരിച്ചു കൊടുത്താൽ തീ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കത്തി പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും. കത്തി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഈ ഈർച്ചപ്പൊടിൻ്റെ കടുപ്പുണ്ടാവില്ലേ, അതുപോലെയാണ്. നമ്മളിങ്ങനെ അടുത്ത സാധനങ്ങൾ വേഗം ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മളെല്ലാ പാചകവും അങ്ങോട്ട് തീരും. ചോറും കറിയും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ആവും. അതിങ്ങനെ കുറച്ച് എണ്ണയിലേക്ക് പിടിച്ച് കിട്ടാൻ കുറച്ചൊരു 5 മിനിറ്റ് സമയമെടുക്കും. 5 ഒരു 8 മിനിറ്റൊക്കെ സമയമെടുക്കും. അപ്പോൾ എന്തായാലും ഇത് സൂപ്പറാണ്. നമ്മളിപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പോൾ പുകയൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, റൂമിൻ്റെ ഉള്ളിലൊന്നും പുകയൊന്നും കാണുന്നില്ല. കുറച്ച് പിന്നെ ആ പാത്രത്തുമ്പോൾ കരിയൊക്കെ ഉണ്ടാവും. അത് പെട്ടെന്ന് അങ്ങോട്ട് കഴുകിയാൽ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ലാഭിക്കാം. വിറക് വേണ്ട. അതുപോലെ തന്നെ ഗ്യാസിനൊക്കെ ഇപ്പോൾ വില കൂടിയ സമയത്തും ഗ്യാസ് കിട്ടാത്ത പ്രശ്നമൊക്കെ വന്നല്ലോ. ആ സമയത്തൊക്കെ വളരെ ഉപകാരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ.